എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളിവിടെ ഈദും ഈസ്റ്ററും നമ്മുടെ വിഷുവൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ശരിക്കും നല്ല സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ കാട്ടിക്കൊടുക്കാനായിട്ടൊരു വേദി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പറയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ മതത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം ഒന്നാണെന്നും മനുഷ്യർക്ക് വേണ്ടിയാണ് മതമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വളർച്ചയുണ്ടാകുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ പോലും ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ജാതിയുടെയും ആചാരത്തിൻ്റെയും ഒക്കെ പേരിൽ വഴക്കുണ്ടാക്കുകയും യുദ്ധങ്ങൾ വരെ നടക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ആ സമയത്ത് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ഇതുപോലൊരു സ്ഥലത്ത് സമാധാനമായിട്ടും സന്തോഷമായിട്ടും കൂടിയിരുന്ന് നമുക്ക് കിട്ടിയ നന്മ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തികച്ചും വ്യത്യസ്തരാണ്. അത് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ പകർന്നു തന്ന നന്മ തന്നെയാണ്. അപ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ആ നന്മ ഒട്ടും ചോരാതെ അല്ലെങ്കിൽ അല്പം കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള എക്സ്പോഷറൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കമൻസും അതുപോലെയുള്ള ഒത്തിരി മെസ്സേജും മതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ മതത്തെക്കുറിച്ചൊന്നും ഒട്ടും ബോധേടായിരുന്നില്ല. നമുക്ക് സുഹൃത്തുക്കളായിട്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട കുട്ടികളുണ്ടായിരുന്നു. നമ്മുടെ അയൽപ്പക്കത്തെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണി നമ്മുടെ വീട്ടിൽ അതേ രുചിയോടുകൂടിയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷുവിന് വിഷുക്കണി കാണുന്നതും വിഷു കൈനീട്ടം കൊടുക്കുന്നതും എല്ലാ വീടുകളിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ ഓരോ ആചാരങ്ങളായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാനും അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ലോകം മുഴുവൻ നന്നാക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ കുട്ടികളെ നമുക്ക് നന്നാക്കി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.